അടുത്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മാലിന്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ പരിപാടിയിലൂടെ അത്തരം വാർത്തകൾ നൽകുന്നുണ്ട്, അത്തരം റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇതപ്പോൾ മറ്റൊരു വിഷയമാണ്. കോട്ടയത്തെ സമാന സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാട്ടിലും നാടിനും ദുരിതമായി മാലിന്യം മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കോട്ടയം പൊന്തൻപുഴ വനം റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവുകയാണ്. പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അറവ് മാലിന്യമടക്കം രാത്രികാലങ്ങളിൽ റോഡരികിൽ തള്ളുന്നത് അവിടെ പതിവാവുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊന്തൻപുഴ വനത്തോട് ചേർന്ന ഭാഗത്താണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ അറവ് മാലിന്യം അടക്കം ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് തുടർക്കഥയാകുകയാണ്. വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ കൊണ്ടുവന്ന് പലരും തള്ളുന്നുണ്ട്. പൊന്തൻപുഴ മുതൽ മുക്കട വരെയും മുക്കട മുതൽ പ്ലാച്ചേരി വരെയും സമീപത്തെ മറ്റ് ഇടറോഡുകളിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇതുമൂലം പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും റോഡിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യം. ഞങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ് മാലിന്യം തട്ടുന്നത്. നടന്നു പോകാനും പാടാണ്. ഇതിന്റെ ദുർഗന്ധം അടിച്ച് ഞങ്ങൾക്ക് പലർക്കും ചുമയും പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പട്ടിയുടെ ശല്യം കാണാൻ ഒട്ടും നടന്നു പോകാൻ പറ്റത്തില്ല. പട്ടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാലിന്യത്തെക്കാളും ശല്യം പട്ടി. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുകയാണ്. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അസുഖങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ മാലിന്യം സമീപത്തെ തോട്ടിലേക്കൊഴുകി വെള്ളവും മലിനമാവുകയാണ്. റോഡ് മണനാറ്റം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് പട്ടിയുടെ ശല്യങ്ങൾ, ആൾക്കാർ ഇങ്ങനെ പട്ടിയെ കൊണ്ടുവിടുന്നു. വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഈ തോട്ടിൽ മുഴുവനും കൊണ്ടുവന്നതുകൊണ്ട് കുളിക്കാനോ നനയ്ക്കാനോ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഈ ആവശ്യവുമായി ഫോറസ്റ്റ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്ത് ഓഫീസിലും കയറിയിറങ്ങിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മാലിന്യം തള്ളുന്ന പ്രദേശത്ത് കൂടുതൽ CCTVകൾ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യ പ്രശ്നം അത് ഇവിടെയുള്ള കാര്യം മാത്രമല്ല, പ്രശ്നം മാത്രമല്ല. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മാലിന്യം ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുക, പലയിടങ്ങളിൽ കൊണ്ട് തള്ളുക, ഇതൊക്കെ പതിവ് പരിപാടികളാണ് പലയിടങ്ങളിൽ. ഇതാ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നിഷാൽ നിഷു എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുന്നതാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഈ നാശനഷ്ടങ്ങൾക്ക് പ്രകൃതി തന്നെ അതിൻ്റെ രീതിയിൽ പ്രതികരിച്ചേക്കാം എന്നാണ്. അതപ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിയെ മറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നൊരു മുന്നറിയിപ്പാണ്. ആ രീതിയിലാണ് ആ ഒരു കമൻറ്റ്. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു, നാളെ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു, നാളെ അവധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ വിദ്യാർത്ഥി സംഘടനയായ ABVP സംസ്ഥാന വ്യാപകമായ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് വാർത്തയായിട്ടുള്ളത്. അല്ലാതെ മറ്റ് എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു പ്രതികരണങ്ങളിലേക്കാണ്. മഴക്കാലമാണ് നേരത്തെ പറഞ്ഞ പ്രശ്നം. മാലിന്യം പ്രത്യേകിച്ചും വലിച്ചെറിയുന്ന സമയത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മാലിന്യം വെള്ളത്തിൽ കലർന്ന് ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ പലയിടങ്ങളിലുമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതുമൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. ഇതിലൊരു നടപടി എപ്പോഴുണ്ടാകുമെന്ന് ചോദിക്കുന്നു നാട്ടുകാർ. അത്തരം പ്രതികരണങ്ങളുമുണ്ട്, കാണാം. വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങളുണ്ട്, പിന്നെ ഇറച്ചിയുടെ മത്സ്യമാംസത്തിന്റെ എല്ലാം ഉണ്ട്, പിന്നെ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്നുണ്ട്. തന്നെയല്ല അവിടെ ആ തോടിൻ്റെ അവിടെ മിക്ക ദിവസവും ഉണ്ട്. കാരണം ഈ തോട് അവർ അനേകം യൂസ് ചെയ്യുന്നു, കുളിക്കുകയും നനയ്ക്കുകയും അതിൻ്റെ സൈഡിലെ കിണറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അത് തന്നെയല്ല ഈ ഇടഭാഗത്തൊക്കെ ഈ തടയണ പോലുള്ള കെട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ വന്ന് മാലിന്യം ഒരുപാട് അടിയുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഭയങ്കര ദോഷകരമായ ഒരു ഒന്നാമത്തെ കാര്യം. ഈ പ്രദേശത്തൊക്കെ ഇപ്പൊ മഞ്ഞപ്പിത്തം ഡെങ്കിയൊക്കെ ഇങ്ങനെ വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇതൊരു മാലിന്യം വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാകും ജനങ്ങൾക്ക്. വനത്തിന്റെ ഇരു സൈഡിലും വേസ്റ്റുകൾ ധാരാളം കൊണ്ട് തള്ളുന്നുണ്ട്. മാംസമാണേലും ഭക്ഷണത്തിന്റെ ആണേലും അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്നു വരാൻ, ഞാൻ നടന്നാ വരുന്നത്, നടന്നു വരാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. തിരുവനായുടെ ശല്യം മെയിൻ വിഷയം. പിന്നെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വനത്തിൽ കൂടെ നടന്നു വരുന്നത്, അതൊക്കെ തിരുവനായുടെ ശല്യം മെയിൻ. പിന്നെ അല്ലാതെ
ഈ താഴോട്ടുള്ള ആളുകൾ കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന തോടാണ്. ആ തോട് മുഴുവൻ മലിനമാണ്. ഈ വനത്തിൽ രാത്രി കാലങ്ങളിലാണ് കൊണ്ടുവന്ന് ഇത് തള്ളിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആരെയും ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ സർക്കാരോ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റുകാരൊക്കെ ഇതൊക്കെ പെട്രോളിങ് നടത്തി ഇതൊക്കെ തടയാൻ പറ്റുന്നതാണ്. ഈ മാലിന്യം ഇങ്ങനെ കൊണ്ടുവരുന്നതിന് ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ പരാതി പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇത് ആളിനെ കണ്ടു കിട്ടുന്നത്. ഇത് വെളുപ്പാങ്കാലത്തും രാത്രി കൊണ്ടിടുന്ന സാധനമാണ്. ചപ്പാത്തെന്ന് പറയുന്ന അവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകുന്നതും പിന്നെ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മൂക്ക് പൊത്തി പോയാൽ പോലും നമുക്ക് പറ്റുന്നില്ല ഇവിടുന്ന് അവിടം വരെ പോകാൻ വേണ്ടിയിട്ട്.